Welcome back to Beta Squirrel. നമുക്ക് എന്താണ് Node.js എന്നുള്ളത് നോക്കാം. നമ്മളൊക്കെ ഒരുപാട് ബ്രൗസേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. അതായത് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, അല്ലെങ്കിൽ ആപ്പിൾ സഫാരി, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അല്ലെങ്കിൽ അത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒബ്സൊല്യൂട്ട് ആയതിനു ശേഷം നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ തന്നെ എഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പറ, അങ്ങനെ ഒരുപാട് ബ്രൗസേഴ്സ് നമ്മൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ ആക്ച്വലി എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ റെൻഡർ ചെയ്യുന്നത്? നമ്മൾ HTML-ഉം ജാവാസ്ക്രിപ്റ്റും CSS ഒക്കെ പഠിച്ചു. ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഓരോ ബ്രൗസേഴ്സിനും അവരുടേതായ രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് കൺസോർഷ്യം ഉണ്ട്. അവർ തീരുമാനിക്കും, അവരെ ഡിസൈഡ് ചെയ്യും എന്തൊക്കെയാണ് വേണ്ടത്. നമ്മൾ ഓരോ പ്രോപ്പർട്ടി കൊടുക്കും, എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേ രീതിയിൽ ഓരോ ബ്രൗസേഴ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ ഈ ഒരു HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഒരു ബ്രൗസറിന്റെ ഉള്ളിൽ റെൻഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റിനെയാണ് ബ്രൗസർ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബ്രൗസേഴ്സും ഓരോ ബ്രൗസർ എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ ക്രോം എങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ക്രോം ബ്രൗസറിൽ നമ്മൾ HTML-ഉം CSS-ഉം ലേഔട്ട് ഒക്കെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോം ബ്രൗസർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2008-ലാണ്, ഏകദേശം 2008-ലാണ്. ആ സമയത്ത് ആപ്പിൾ സഫാരി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെബ്കിറ്റ് എന്ന് പറയുന്ന ഒരു റെൻഡർ എഞ്ചിൻ, ആ ഒരു റെൻഡർ എഞ്ചിൻ ഓപ്പൺ സോഴ്സ് ആയിരുന്നു. അപ്പോൾ ഓപ്പൺ സോഴ്സ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ആ ഒരു വെബ്കിറ്റിന്റെ ഒരു ക്ലോൺ എടുത്തിട്ട് അത് ഫോർക്ക് ചെയ്തെടുക്കുക, ഒരു കോപ്പി എടുത്തതിന് ശേഷം അത് ആൾട്ടർ ചെയ്തിട്ട് ആണ് ബ്ലിങ്ക് എന്ന് പറയുന്ന അവരുടേതായ ഒരു ബ്രൗസർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2008 മുതൽ 2013 വരെ ഉപയോഗിച്ചിട്ടുള്ള റെൻഡർ എഞ്ചിൻ ആയിരുന്നു വെബ്കിറ്റ്. അതിനുശേഷം ബ്ലിങ്ക് 2013 മുതൽ ഗൂഗിൾ അവർ തന്നെ ഡെവലപ്പ് ചെയ്ത വെബ്കിറ്റിന്റെ ടോപ്പിൽ ഡെവലപ്പ് ചെയ്ത ബ്ലിങ്ക് എന്ന് പറയുന്ന റെൻഡർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? നമ്മൾ HTML-ഉം CSS-ഉം ലേഔട്ടും റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യണം. അത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ സ്റ്റോർ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് V8 എന്ന് പറയുന്നത്. അത് ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് V8. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. അതായത് ക്ലയന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബ്രൗസർ, അതായത് നമ്മൾ ക്ലയന്റ്, അതായത് ക്ലയന്റിന്റെ മെഷീനിലാണല്ലോ ബ്രൗസർ ഉള്ളത്. അപ്പൊ ആ ബ്രൗസറിലാണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. സെർവർ സൈഡ് നമ്മൾ PHP പഠിച്ചപ്പോൾ അത് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സെർവറിൽ നമ്മൾ കോഡ് ഡിപ്ലോയ് ചെയ്തിട്ട് അവിടെ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ ക്ലയന്റ് കാണുന്നത്. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് ആ കോഡ് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ക്ലയന്റിന്റെ മെഷീനിലാണ്, ബ്രൗസറിലാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ആയിരുന്നു. അപ്പോൾ V8 എന്ന് പറയുന്നത് 2008 ഗൂഗിൾ ക്രോമിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗൂഗിൾ ടീം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആണ് V8 എഞ്ചിൻ. അതും ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഈ ഓപ്പൺ സോഴ്സ് ആവുന്ന സമയത്ത് പബ്ലിക് ആയിട്ടുള്ള എല്ലാവർക്കും അതിൽ ആക്സസ് കിട്ടും അല്ലേ. അതായത് ഡെവലപ്പേഴ്സും അല്ലെങ്കിൽ സയന്റിസ്റ്റ് എല്ലാവർക്കും അത് ആക്സസ് കിട്ടും. അപ്പോൾ അതിൽ ഒരു ഡെവലപ്പർ 2009 എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ അത് ബ്രൗസറിനോട് ചേർന്നത് കൊണ്ടാണല്ലോ ആ ബ്രൗസറിൽ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു V8 എഞ്ചിൻ ബ്രൗസറിന് പുറത്തേക്ക് എടുത്തിട്ട് ബ്രൗസറിലല്ലാതെ നമ്മൾ സെർവർ സൈഡ്, ഐ മീൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ബ്രൗസറിന്റെ ഉള്ളിലല്ലാതെ തന്നെ എന്തുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചിട്ട് അത് ശരിയാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോപ്പി ആക്കി മാറ്റി അതിന്റെ ടോപ്പിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് Node.js എന്ന് പറയുന്നത്. അങ്ങനെയാണ് Node.js എന്ന് പറയുന്ന ഒരു സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ആയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ക്ലയന്റ് സൈഡിൽ ആവുന്ന സമയത്ത് നമുക്ക് ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഫയൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ നമ്മൾ മെഷീനിലുള്ള ഫോൾഡേഴ്സോ ഫയൽസോ ഒന്നും ബ്രൗസറിന് ഉള്ളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു Node.js വന്നതിന് ശേഷം നമുക്ക് സെർവർ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എല്ലാ കൺട്രോൾസും എടുക്കാൻ പറ്റും. കാരണം ഒരു സെർവറിലാണല്ലോ അത് റെൻഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കാപ്പബിലിറ്റി വന്നു. അങ്ങനെയാണ് നമ്മൾ Node.js എന്ന് പറയുന്ന സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പിറവിയെടുക്കുന്നത്.